ഇപ്പം ഞാൻ 30%-ത്തിലാണ് ചാർജിന് വെച്ചത്. 29, 30. അതായത് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക, ഏകദേശം 32%-ത്തോളം ചാർജ് ആയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഹായ് ഫ്രണ്ട്സ്, ട്രെക്ക് ആൻഡ് ട്രാവൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ, നമ്മൾ മഴക്കാലമാണ്, എപ്പോഴും കറണ്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, കറണ്ട് പോകാറുമുണ്ട്. അപ്പോൾ എമർജൻസി ആയിട്ട് നമുക്കിപ്പം നമ്മുടെ മൊബൈലിൽ ചാർജ് ഇല്ല എങ്കിൽ എങ്ങനെ നമുക്ക് നല്ലൊരു ഫാസ്റ്റ് ചാർജർ നമ്മുടെ ബൈക്കിൽ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ, ഇതേപോലൊരു ഓൺ ഓഫ് സ്വിച്ച് വേണം. ഇതൊരു 60 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫാസ്റ്റ് ചാർജറാണ്. ഇതിനായിട്ട് വേണ്ടത് കാറിലൊക്കെ കണക്ട് ചെയ്യേണ്ട ചാർജറാണ്. ഇത് ഏകദേശം 250-300 രൂപയ്ക്കകത്ത് നമുക്ക് ഈ സാധനം വാങ്ങാൻ കിട്ടും. ഈ ഓറഞ്ച് കളറിൽ കാണുന്നത് ഫാസ്റ്റ് ചാർജിങ് പോർട്ടറാണ്. ഈ ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്നത് നോർമൽ ചാർജറാണ്. പിന്നെ ഇതിൽ വേണ്ടത് കണക്ട് ചെയ്യാനുള്ളൊരു വയർ. അപ്പോൾ നമുക്കിതിലെങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിൽ കണക്ട് ചെയ്യാം. ഇതിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു വയർ കട്ടർ എടുത്തിട്ടാണ് ഞാൻ ഇതിൽ കണക്ട് ചെയ്യാൻ പോണത്. ഓക്കെ, ആദ്യം പോസിറ്റീവ് കണക്ഷൻ, രണ്ടാമത് നമ്മളിതിൽ നെഗറ്റീവ് വയറും കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി വയർ ആദ്യം ഒന്ന് റെഡിയാക്കണം രണ്ടിൽ, എന്നിട്ടാണ് നമ്മളതിൽ കണക്ട് ചെയ്യേണ്ടത്. ഇതിന് കണക്ട് ചെയ്യേണ്ട സോക്കറ്റൊക്കെ വാങ്ങാൻ കിട്ടും. നമുക്ക് സോക്കറ്റ് ഇല്ലാതെ എമർജൻസി ആയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഞാനിതിൽ ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്കിതിലാദ്യം നമ്മൾ ഈ വയറിനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ആക്കുക, ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഈ വയർ അതിൻ്റെ ഇവിടെ ഈ ഭാഗത്ത് ഒരു കെട്ട് കൂടെ ഇടുക. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധ്യതയുണ്ട്, അനങ്ങാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു കെട്ടും കൂടെ ഇടുക. കെട്ടിട്ടു. അതേപോലെ നമ്മൾ ഈ വയറൊന്ന് കണക്ട് ചെയ്യാം. ഈ വയർ നമുക്ക് ഈ നെഗറ്റീവ് സൈഡിൽ ഈ വയറും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവാണ്. ഞാൻ നെഗറ്റീവ് സൈഡാണ് ആയതുകൊണ്ടാണ് കറുത്ത വയർ ഞാൻ ഇവിടെ കണക്ട് ചെയ്തത്. ഓക്കെ, ഇത് നമ്മളിങ്ങനെ ചുറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറ്റി വയ്ക്കുക. ഓക്കെ, കറക്റ്റാണ്. അതിനുശേഷം ഇവിടെ ഒരു കെട്ട് ഇതിന് ഇടേണ്ടതുണ്ട്, നമുക്ക് കെട്ടും കൂടെ ഇടാം. അതിന് അളവ് നോക്കിയിട്ടാണ് കെട്ടിടാൻ.
ഈ കെട്ടിടണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉദ്ദേശം എന്നാൽ ഒരിക്കലും ഈ കേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് കണക്ഷൻ കൊടുത്തു, ഞാൻ പോസിറ്റീവ് കണക്ഷൻ ഞാൻ കാണിച്ചു തന്നു. അതേപോലെ ഇതിലോട്ട് കയറ്റി വെച്ചു. ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് ചുറ്റുക. ഇങ്ങനെ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റിക്കഴിഞ്ഞാൽ ഈ വയർ ഒരിക്കലും അനങ്ങാൻ സാധ്യതയില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. നമ്മളത് കണക്ട് ചെയ്തു. ഓക്കെ, നമ്മളിതിലിപ്പോൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. നമ്മളിത് എങ്ങനെയാണ് ഇതിൽ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യണമെന്ന് നോക്കാം. അതിന് ചെയ്യേണ്ടത്, ഇത് ഞാനിപ്പോൾ ഈ ടാങ്ക് ബാഗിനുള്ളിലാണിത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വയറ് ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇതിൻ്റെ അടിയിൽ കൂടെ ഈ ഭാഗത്തുകൂടെ ഇങ്ങനെ എടുത്തു. നമ്മളൊരു കറുത്ത വയറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വൃത്തികേടൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, ബാറ്ററിയിലോട്ട് ഈ കണക്ഷൻ എങ്ങനെ കൊടുക്കണം നോക്കാം. അപ്പം അതിൽ ഈ സ്വിച്ച് കൂടെ നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ സ്വിച്ച് ഞാൻ ഈ ഭാഗത്താണ് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്വിച്ചിന് നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം. സ്വിച്ചിൻ്റെ കണക്ഷനാണ്. സ്വിച്ചിൻ്റെ കണക്ഷനാണ്. ഒരു വയർ നമ്മുടെ ചാർജറിൻ്റെ പോസിറ്റീവ് വയറിലോട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തതിന് ശേഷം ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി കൊടുക്കണം. കൊടുത്തതിന് ശേഷം നമ്മൾ നെഗറ്റീവ് കണക്ഷൻ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യാം.
നമ്മൾ ഈ കണക്ഷൻ ഇതിൻ്റെ ബാറ്ററിയുടെ വയർ ഇതിനെ ലൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി അങ്ങ് വെച്ചാൽ മതി. വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിനെ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് എടുത്ത് വയ്ക്കുക പഴയ പോലെ. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഈ സ്വിച്ചിൻ്റെ വയറാണ്. സ്വിച്ചിൻ്റെ ഇൻപുട്ട് സ്വിച്ചിൻ്റെ വയർ നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ഷനിലോട്ടൊന്ന് കണക്ട് ചെയ്യുക. കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വിച്ച് ഒന്ന് ഫിറ്റ് ചെയ്യാൻ വേണം. സ്വിച്ച് നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം. ഓക്കെ, സ്വിച്ച് ഫിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ സ്വിച്ച് ഫിറ്റ് ചെയ്തത് വലിയ ആരും കാണാതെ ഇരിക്കുന്നൊരു സ്ഥലമായതുകൊണ്ടാണ്. ഈ വയറൊക്കെ ഒന്ന് ആരും കാണാത്ത രീതിയിൽ അറേഞ്ച് ചെയ്യുക. നമ്മൾ കൃത്യമായൊരു ഇൻസുലേഷൻ ടേപ്പ് നമ്മൾ കൊടുക്കണം. കൊടുത്താലേ അല്ലെങ്കിൽ വയറുകൾ ഷോർട്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ ചാർജർ ഒന്ന് ഓണാക്കി നോക്കാം. ചാർജർ ഓണാവുന്നുണ്ടെന്ന് നോക്കാം. ചാർജർ ഇപ്പോൾ ഓണായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു മൊബൈൽ കണക്ട് ചെയ്ത് നോക്കാം ചാർജ് എങ്ങനെയാണെന്ന്. ഞാൻ ഈ ഫോണൊന്ന് ചാർജ് ചെയ്യുകയാണ്. ഞാൻ ഓൺ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുകയാണ്. ഇതിലിപ്പം 29% ഇതിൻ്റെ ഇപ്പോൾ ചാർജ് കാണിക്കുന്നത്. 29 ഞാൻ വെച്ചപ്പോഴും 30%. അപ്പോൾ ഞാൻ ഇതിവിടെ വെക്കുകയാണ്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കുന്ന ടൈമിൽ എത്ര ചാർജായി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിപ്പോൾ ഇതിൽ ചാർജ് ആവുകയാണ്. ഇങ്ങനെ ചാർജ് ചെയ്യുന്നതുകൊണ്ട്
നമ്മുടെ ബാറ്ററിക്കോ ബൈക്കിനോ വേറെ കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടാവാറില്ല. കിക്കറുള്ള ബൈക്കിലാണ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു 2 or 3 പ്രാവശ്യം ചാർജ് ചെയ്തിരുന്നാലും വേറെ പേടിക്കാനൊന്നുമില്ല. നമ്മൾ കിക്കർ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ റണ്ണിങ്ങിൽ അത് വീണ്ടും ചാർജ് ആവും. അപ്പോൾ കിക്കറില്ലാത്ത ബൈക്കിൽ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ 2 പ്രാവശ്യം ചാർജ് ചെയ്തിട്ട് എനിക്ക് സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ ബാറ്ററി നല്ല കപ്പാസിറ്റി ആണെങ്കിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ചാർജ് ചെയ്യാം. നമ്മൾ റണ്ണിങ് സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു വിധമായ പ്രശ്നവുമില്ല. റണ്ണിങ് സമയത്ത് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കഴിയുന്ന ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ എത്ര ചാർജ് ആയെന്ന് നോക്കാം എത്ര ശതമാനം. ഇപ്പം ഞാൻ 30% ചാർജിന് വെച്ചത്, 29-30. അതായത് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക, ഏകദേശം 32% ചാർജ് ആയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, 32% ചാർജ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.